ഗൈസ്, അപ്പോൾ ചുവപ്പും വെള്ളയും കാണുമ്പോൾ തന്നെ ഒരു ക്രിസ്മസ് വൈബ് അല്ലേ ഫീൽ ചെയ്യുന്നത്? അതെ, ഇന്ന് നമ്മുടെ കോളേജിൻ്റെ അല്ല, നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ക്രിസ്മസ് സെലിബ്രേഷൻ ആണ്. കോളേജിൻ്റെ ക്രിസ്മസ് സെലിബ്രേഷൻ്റെ വീഡിയോ ഓൾറെഡി ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കി അഭിപ്രായമൊക്കെ പറയുക. ഈ ഡ്രസ്സ് എടുക്കാൻ പോകുന്നതിൻ്റെ ഒരു ഷോർട്സ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കണ്ടവർക്ക് മനസ്സിലാകും. തീരെ ഇഷ്ടപ്പെടാതെയായിരുന്നു ഞാൻ ഈ ഒരു ഡ്രസ്സ് വാങ്ങിച്ചത്. പക്ഷേ ഇപ്പോൾ ഇട്ട് നോക്കിയപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എങ്ങനെയുണ്ടെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കണ്ട. കാരണം ഞാനിത് വാങ്ങി വന്നപ്പോൾ ഭയങ്കര സങ്കടത്തിലായിരുന്നു. മേടിക്കണ്ടായിരുന്നു, വെറുതെ പൈസ പോയി എന്നൊക്കെ. പക്ഷേ ഇട്ടപ്പോൾ നല്ല അടിപൊളിയായിട്ടില്ലേ? ഡാൻസൊക്കെ പഠിക്കാനുള്ളതുകൊണ്ട് നേരത്തെ പോകണമെന്നൊക്കെ വിചാരിച്ചാൽ. കാരണം ഞാൻ ചെന്നിട്ട് വേണം പിള്ളേരെ ഡാൻസ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഡാൻസ് മാസ്റ്റർ വിക്രമാണ് ഗൈസ് ഞാൻ. പക്ഷേ ഈയിടെയായിട്ട് മൊത്തം ലേറ്റാണ്. എഴുന്നേക്കാൻ നല്ല രീതിയിൽ ലേറ്റ് ആവുന്നതുകൊണ്ട് തന്നെ എനിക്ക് ബസ്സൊക്കെ മിസ്സായി. പിന്നെ ഞാൻ ഓട്ടോയിലായിരുന്നു പോയത്. എത്ര തിരക്കിട്ടിറങ്ങിയാലും ഐ ഡി കാർഡ് എടുക്കാൻ മറക്കാത്ത ഞാൻ ഇന്ന് കൃത്യമായിട്ട് അതും മറന്നു. പിന്നെ രണ്ടാമത്തെ വീട്ടിൽ ചെന്ന് ഐ ഡി കാർഡ് എടുത്തുകൊണ്ടാണ് നമ്മൾ പോകുന്നത്. കൃത്യസമയത്ത് എൻ്റെ ഓട്ടോയുടെ ഫ്രണ്ടിൽ തന്നെ ഒരു ആക്സിഡൻറ്റ് നടന്നു. ഭാഗ്യത്തിന് ആ ചേട്ടനൊന്നും പറ്റിയില്ല കാര്യമായിട്ട്. ആദ്യമായിട്ട് ഇത്രയും ഫ്രണ്ടിലൊരു ആക്സിഡൻറ്റ് നടക്കുന്ന കാണുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് ഷോക്കായിപ്പോയി. പിന്നെ കോളേജിലെത്തിയപ്പോൾ തന്നെ എൻ്റെ മൈൻഡ് മൊത്തത്തിൽ ഡള്ളായിരുന്നു. പിന്നെ വേഗം ചെന്ന് പിള്ളേരെ ഡാൻസൊക്കെ പഠിപ്പിച്ച് അങ്ങ് സെറ്റാക്കി. ഫസ്റ്റ് അവർ എന്തോ ഭാഗ്യത്തിന് ക്ലാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഞങ്ങളുടെ ടീച്ചർ ക്ലാസ് എടുത്തില്ല. അതുകൊണ്ട് പിന്നെ ഡാൻസൊക്കെ പഠിക്കാൻ ടൈം കിട്ടി. പിന്നെ സീനിയേഴ്സിൻ്റെ കൂടെ ഒരു ഡാൻസ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ലാസ്റ്റ് ഇയേഴ്സിൻ്റെ കൂടെ PG. പിന്നെ രാവിലെ ചെന്ന് അതും പഠിച്ചെടുത്തു. ഈ ലാസ്റ്റ് മിനിറ്റ് പ്രാക്ടീസ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ എന്തായാലും തെറ്റിക്കും എന്നുള്ളത് ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു. പിന്നെ ഞങ്ങൾ എൻജോയ് ചെയ്തിട്ടാണ് കളിക്കാറ്. അതുകൊണ്ട് പിന്നെ തെറ്റിക്കുന്നതൊന്നും ഞങ്ങൾ മൈൻഡ് ആക്കാറില്ല. അങ്ങനെ ഡാൻസും പാട്ടും ആഘോഷങ്ങളും ഒക്കെ ആയിട്ട് ഞങ്ങളുടെ ക്രിസ്മസ് സെലിബ്രേഷൻ അവിടെ അവസാനിച്ചു. അത് കഴിഞ്ഞ് പിന്നെ വിശന്നപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. ഞാനൊരു ചിക്കൻ റാപ്പും പിന്നെ ഒരു സ്ട്രോബെറി ഷേക്കും മേടിച്ച് കഴിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഐസ്ക്രീം കടയിൽ കയറി ഞാനൊരു ബ്ലൂബെറി ഐസ്ക്രീമും കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും ഒന്നിച്ചുള്ള ഞങ്ങളുടെ അവസാനത്തെ ക്രിസ്മസ് സെലിബ്രേഷൻ ഇവിടെ കഴിഞ്ഞു ഗെയ്സ്. അങ്ങനെ ഞാൻ തിരിച്ച് വീട്ടിൽ പോയി. അപ്പോൾ ബൈ.